തേങ്ങ അരച്ച ചിക്കൻ കറി അതാണ് അതാണ് കൂടുതൽ ഇഷ്ടം. ചില പിന്നെ വറുത്തിട്ടും അരയ്ക്കാം, അല്ലെങ്കിൽ വറക്കാതെ അരയ്ക്കാമല്ലോ. വറുത്തരച്ചാലും രസമാണ്, വറക്കാതെ അരച്ചാലും ഉണ്ട്. ചില നമുക്കൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച പോലെ ഇതാകുമ്പോൾ പിന്നെ വറക്കുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു ഇത് ടേസ്റ്റ് മാറുമല്ലോ. രണ്ടും നല്ല രസമാണ്. അപ്പോൾ അത് ഊണ് നല്ല രസമുള്ളൊരു കറിയാണ്. നമ്മൾ സാധാരണ വഴറ്റിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇത് ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് കറി വയ്ക്കാനുള്ള ചിക്കൻ ഉണ്ട്, മറ്റ് ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം നമ്മൾ തേങ്ങ അവിടെ അരച്ച് വയ്ക്കുകയാണ്. ഇത് നമ്മൾ വറക്കാതെയാണ്, അപ്പോൾ അത് ആദ്യം അത് അരച്ച് വയ്ക്കാം. എന്നാൽ പിന്നെ വഴറ്റിയത് ഒക്കെ ചേർക്കാമല്ലോ. ഇതിവിടെ അരച്ച് വെച്ചു. പിന്നെ ഒക്കെ തോലോ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി ഇതൊക്കെ കിഴങ്ങും. അപ്പോൾ അത് ഇനി നമുക്ക് നുറുക്കാം. ഇന്ന് വഴറ്റലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചത് പാരുക ചെയ്യുന്നത്. വറുത്തരച്ചാൽ നല്ല രുചിയാണ്. ഇത് പിന്നെ വറക്കാതെ ഇത് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചാലും നല്ല രസമാണ്. ഒക്കെ ഓരോന്ന് പാത്രത്തിലൊക്കെ ആക്കി ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ചിക്കൻ കറിയാണ്. തക്കാളി നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് 1/2 കിലോ ചിക്കൻ. ഞങ്ങൾക്കത് പാകമാണ്. ഞങ്ങൾ ആ പാത്രത്തിൽ നല്ല പാകത്തിന്, അതായത് നമ്മൾ ചേരുവകളൊക്കെ ചേർത്താൽ കറി ഉണ്ടാക്കാൻ പാകത്തിനാണേനും. കിഴങ്ങ് പിന്നെ ഞങ്ങൾക്ക് നിർബന്ധമാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് അത് ചിക്കൻ കറി വെച്ചാൽ അതിൽ കിഴങ്ങ് ഇടണം. അപ്പോൾ ഓരോന്നും നുറുക്കി പാത്രത്തിൽ വേറെ തന്നെ അങ്ങനെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പാത്രം വയ്ക്കാം. വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് വലിയ ഉള്ളിയും പച്ചമുളകും നുറുക്കിയത് അതിട്ടിട്ട് നന്നാക്കി വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ചേർക്കാം. അപ്പോൾ ചേരുവകളൊക്കെ അത്യാവശ്യം നല്ല അളവ് തന്നെ ഉണ്ട്. പിന്നെ വെന്ത് കഴിഞ്ഞാൽ നന്നാക്കി ആ കറിയിലേക്ക് പിടിക്കും. അപ്പോൾ നല്ലാണ്ട് കൊഴുത്ത് വരും. തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. പിന്നെ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ചേർക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി ചേർക്കുകയാണ്. നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ ആക്കേണ്ട നന്നാക്കി വഴറ്റിയെടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അത് വലിയൊരു പാക്കറ്റ് വാങ്ങിയതാണ് ഞങ്ങൾ. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ അത് കുറേ ഉണ്ടത്. ഇനി ഗരം മസാല. പിന്നെ നമുക്ക് ചിക്കൻ മസാല ചേർക്കാം. എല്ലാ പൊടികളും ഉണ്ടായിക്കോട്ടെ. ഇനി കിഴങ്ങ് നുറുക്കിയത്. പിന്നെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ചിക്കൻ ഒക്കെ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതാണ് ചേർക്കാം. ഇത് നന്നാക്കി ഒന്നുണ്ട് ആ മസാലയിൽ ഒന്നുണ്ട് പുരട്ടി കൊടുക്കാം. ആ ചിക്കൻ നന്നാക്കി ഇളക്കിയിട്ട് എല്ലാം കൊണ്ട് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഉപ്പ് അത് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ. ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ അത് നല്ലതാണ്. പിന്നെ
ഒന്നുകൂടി ഒന്ന് വേവട്ടെ. ഇനിയിപ്പോൾ വെച്ചാൽ നമുക്ക് അരച്ചത് പാരാനുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ചൊരു കറി രൂപത്തിൽ തന്നെ ആവും. അങ്ങനെയാണല്ലോ ഇപ്പം ഇന്ന്. എനിക്ക് ഇങ്ങനെ അരച്ച് പാർന്നിട്ടുള്ള ചിക്കൻ കറിയാണ് ഇഷ്ടം. അമ്മയ്ക്ക് പൊതുവെ ഇങ്ങനെ അരച്ചതും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ അല്ലാതെ നമ്മൾ വഴറ്റിയിട്ടുണ്ടാക്കലല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക്. എനിക്ക് പിന്നെ അരച്ചതാണ്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാം നല്ല വെന്തിട്ടുണ്ട്. കഷ്ണങ്ങൾ നമ്മൾ ഇനി അരച്ചു വെച്ചത് അതാണ് ചേർക്കണം. തേങ്ങ മാത്രം ആണ് അരച്ചെടുത്തത്, മറ്റ് കൂട്ടുകളൊന്നും അതിൽ ചേർത്തിട്ടില്ല. നല്ല പച്ചത്തേങ്ങയാണ്. അതാ കഷ്ണങ്ങളൊക്കെ വെന്തിപ്പോൾ അല്ലേ നല്ല ഇട്ട് കൊഴുത്തു കറി, നല്ല രസമാണ്. ഇനിയിപ്പോൾ കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഏതായാലും അമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എല്ലാം പാകല്ലേ എരിവും ഇതൊക്കെ? പണ്ട് നാടൻ കോഴിയാണ് വെക്കുക, അത് പീടിയാണെന്ന് നല്ല വീട്ടുകാരെന്ന് വാങ്ങുക. ഇപ്പോൾ പീടിയെന്ന് കിട്ടുമല്ലോ, അന്ന് അതല്ല, നാടൻ കോഴിയാണ് ഉണ്ടാവുക. കൊല്ലത്തിൽ ഒരു 4-5 ദിവസമൊക്കെ ഉണ്ടാക്കുള്ളൂ, ദിവസമുള്ള പരിപാടിയില്ല. ഒക്കെ ദിവസേന കോഴിയിറച്ചിയല്ലേ. അന്നൊക്കെ വിരുന്നുകാർ വരുമ്പോഴാണ് കോഴിയിറച്ചി ഉണ്ടാക്കുക. അന്നൊക്കെ വിരുന്നുകാർ വരാൻ സന്തോഷമാണ് ഈ ഇറച്ചി തിന്നാന്ന് കേൾക്കുമ്പോൾ. ഒക്കെ അമ്മീമ്മലാണ് അരയ്ക്കുക. അമ്മീമ്മൽ അരച്ചിട്ടല്ല വെക്കുക, ഇപ്പോൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. ലേശം ആ ചാറ് വരാം. അപ്പോൾ ഇന്നേതായാലും നമ്മളെ തേങ്ങ അരച്ച ചിക്കൻ കറി പിന്നെ പപ്പടം കാച്ചിയത് അതാണിപ്പോൾ ഇന്നത്തെ ഊണിനുള്ളത്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണല്ലോ, അപ്പോൾ നല്ല രസമാണ് ചിക്കൻ കറി. അത് നല്ല ഉഗ്ഗല്ലേ, നല്ല കറി അല്ലേ. എന്നിട്ട് ചപ്പാത്തി പൊറോട്ട എനിക്കൊക്കെ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.